ഹലോ പത്രമാറ്റിലെ നാനിയുടെ ആദർശിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയിലെ ഒരു ചർച്ച നടക്കുകയാണ്. അപ്പോൾ ആ ഒരു ജ്വല്ലറിയുടെ ആ ഒരു മത്സരവും, അപ്പോൾ ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ പോകുന്ന നയനയും ആദർശും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ. അപ്പോൾ അജയനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ദേവയാനി ഒരു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുത്, അത് ജാനകിക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം ജാനകിയുടെ ഇപ്പോഴത്തെ പറച്ചെന്ന് വെച്ചാൽ അനി MD ആയി കയറി ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറി ഇത്രയും ഉയർച്ചയ്ക്ക് കാരണം അനിയാണെന്നുള്ള രീതിയില്ല. അപ്പോൾ അതാണ് അവർ പറയുന്നത്. ദേവയാനിക്കാണെങ്കിൽ ആദർശം അനിയെ എല്ലാം ഒരുപോലെയാണല്ലോ കണക്കാക്കുന്നവർക്ക്, അങ്ങനെ ഒരു വേർതിരിവില്ല. സ്വന്തം മക്കളെ മോനെ പോലെ തന്നെയാണ് അനിയും കാണുന്നത്. അപ്പോൾ അനിയുടെ ഉയർച്ചയിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ജാനകിക്ക് അതല്ല, തൻ്റെ മകനെ കുറിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ കയ്യിലാണ് മൂർത്തീസ് ജ്വല്ലറി ഭദ്രം എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് കാണിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ഭയങ്കര പൂജാമുറിയിൽ പ്രാർത്ഥനയിലൊക്കെയാണ്. കാരണം ഇന്നല്ലോ അതിൻ്റെ ആ ഒരു ആർക്കായിരിക്കും ആ ഒരു വിജയം എന്നുള്ള, ഏത് ഡിസൈനായിരിക്കും വിജയം. അപ്പം മൂർത്തീസ് ജ്വല്ലറിക്ക് ആ ഒരു വിജയം അത്യാവശ്യമാണ്. കാരണം AN ജ്വല്ലറി ജയിച്ചു കഴിഞ്ഞാൽ മൂർത്തീസ് ജ്വല്ലറിക്ക് അത് വലിയ പോരായ്മയാകും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അവർ രണ്ടുപേരുടെ ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ്. പിന്നീട് അനിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദു ഇങ്ങനെ ഓരോ കാര്യങ്ങളും അന്ന് അനിയെ കണ്ട് പരിചയപ്പെട്ടത് മുതൽ ഇതുവരെയുള്ള ഓരോ നിമിഷങ്ങളെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഒരു പോലീസ് ഓഫീസർ വന്ന് പറയുന്നത്, കോളനിയിൽ എന്തോ പ്രശ്നമുണ്ടോ മാഡം, പെട്ടെന്ന് പോകണമെന്ന് പറയുമ്പോൾ നന്ദു പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെടുന്നു. എല്ലാത്തിനും ഞാൻ മാത്രമല്ല, ഇവിടെ മറ്റാരും ഇല്ലേ? അഥവാ ഞാൻ പോയി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ കൂടെ വരുന്നവർ അവിടെ കൈയും കെട്ടി നിൽക്കുകയുള്ളൂ. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കുമോ? അതുമില്ല. ദേഹത്തൊരു പോറൽ പോലും പറ്റരുതെന്നുള്ള ചിന്തയിലാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, എന്തൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് യൂണിഫോം ഇട്ടെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ദേഷിക്കുകയാണ്. അപ്പോൾ പോലീസ് ഓഫീസർ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ മാഡം എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോഴേക്കും നവീൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ വലിയ ചൂടിലാണല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നുമല്ല നവീനേട്ടാ, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാകുമ്പോൾ പോകാൻ ആരും കാണില്ല, ഞാൻ മാത്രമേ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് നവീനായിട്ടൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ നവീൻ ചോദിക്കുന്നുണ്ട്, കല്യാണക്കാര്യത്തെക്കുറിച്ചിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ തനിക്ക് അതിനോട് താല്പര്യമില്ല, ഇപ്പോൾ എൻ്റെ ഒരു ജോലി വെച്ചിട്ട് പ്രൊഫഷൻ വെച്ചിട്ട് കല്യാണമൊന്നും പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ നന്ദു പറയുന്നു. പിന്നീട് നവീനേട്ടൻ വിവാഹകാര്യം ചോദിക്കുമ്പോൾ ഞാനൊരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നതും പോലീസ് ഓഫീസറാണ്, പക്ഷേ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. അമ്മ സമ്മതിച്ച ഉടനെ ഞാൻ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയായിട്ട് പോയി സംസാരിക്കുന്നതൊക്കെ പറയുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, അതിന് ആദ്യം പെൺകുട്ടിക്ക് ഇഷ്ടമായോ നവീനേട്ട, അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല എന്നാണല്ലോ പറയാം. അത് പെൺകുട്ടിയുടെ മനസ്സിൽ ആരോ ഇതുവരെ അങ്ങനെ ഇല്ലെന്നാണ് തോന്നുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നവീന് ഇനി പോരുന്നു. പിന്നീട് കാണിക്കുന്നത് വേണുവും അനാമിക്കും നവീനായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. അപ്പോൾ വേണുവിൻ്റെ അടുത്ത് ഇതുപോലെ ആ ഒരു രഹസ്യമായിട്ടുള്ള നിശ്ചയത്തിൻ്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് അത് നിയമവിരുദ്ധമല്ലേ, വിവാഹം ഒഴിയാതെ തന്നെ. അപ്പോൾ നവീൻ പറയുന്നുണ്ട് അതിന് പ്രശ്നമില്ല, അപ്പോൾ നിങ്ങൾക്ക് അത് ഏറ്റവും നല്ലതാണ്, നിശ്ചയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉറപ്പായിട്ടും വിവാഹം നടത്തണമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് പിടിമുറുക്കാം, അവർക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഇതിനിടയിൽ, അല്ലെങ്കിലും നവീന് പെട്ടെന്ന് നിശ്ചയം നടത്തി കല്യാണം നടത്തണമെന്നായിരിക്കും താല്പര്യം, അത് നമുക്കറിയാം. കാരണം നന്ദുവിന് ഇഷ്ടമാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണെന്ന് പറയും. അപ്പോൾ നവീൻ പറയുന്നത് വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയണ്ട, നമുക്ക് അങ്ങോട്ടേക്കൊന്നും സംസാരം പോകണ്ട, ഇപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നഷ്ടപരിഹാര തുക വാങ്ങി പോകാം, അപ്പോൾ കിട്ടുന്ന വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് വേണുവും അനാമികയും പോകുന്നു. പിന്നീട് ആ ഒരു ചടങ്ങിലേക്കാണ് പോകുന്നത്. ഒരു മൂർത്തീസ് ജ്വല്ലറിയും ബാക്കി AN ജ്വല്ലറി അങ്ങനെ എല്ലാ ജ്വല്ലറിയും പങ്കെടുത്തു. അതിൻ്റെ ഒരു ലാസ്റ്റ് കണ്ടീഷനാണ്. കാരണം ആർക്കാണ് ഇതിൽ ഏറ്റവും മുൻതൂക്കം എന്നുള്ളത് അനൗൺസ് ചെയ്യാനായിട്ട് അതിൻ്റെ മെയിൻ ആ ഒരു ഓഫീസറെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മൈക്കൊക്കെ വാങ്ങി അനൗൺസ് ചെയ്യാനായിട്ട് വരുവാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അഭിയാണെങ്കിൽ അതിനു മുമ്പ് ഒരുപാട് വെല്ലുവിളികളൊക്കെ അനിയടുത്ത് നടത്തുന്നുണ്ട്. പിന്നെ അനിയോടൊപ്പം നയന വന്നേക്കുന്ന നയനയാണ് ആ ഡിസൈനർ. അതുകൊണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട്, അഭി വന്നില്ലേ, ആദർശ് വന്നില്ലേന്ന് ചോദിക്കുന്നു. അവൻ അല്ലെങ്കിലും വരില്ല എന്നറിയാം, കാരണം ഇവിടെ വന്നാൽ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ആദർശ് അനി പറയുന്നുണ്ട്, ഏട്ടത്തിയാണ് ഡിസൈനർ, അതുകൊണ്ട് ഞാൻ മൂർത്തീസ് ജ്വല്ലറി MD ആയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശേട്ടൻ അവിടെ വരേണ്ട കാര്യമില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നു. അബി അങ്ങനെ വിളിച്ച് ഇനിയിപ്പോൾ അനൗൺസ്മെൻറ്റ് റിസൾട്ട് പറഞ്ഞാൽ മതി തനിക്ക് ആണെന്നുള്ള ഒരു രീതിയിലാണ് അബിയുടെ ഇരിപ്പും മറ്റുമൊക്കെ. അബിയാണെങ്കിൽ മനസ്സിലേക്ക് പ്രാർത്ഥിക്കുകയാണ്, മൂർത്തീസ് ജ്വല്ലറിക്ക് എന്നെ കിട്ടണേ, എനിക്ക് തന്നെ ആ ക്രെഡിറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും അനൗൺസ് ചെയ്തു, വിന്നർ എന്ന് പറയുന്നത് മൂർത്തീസ് ജ്വല്ലറി ആണെന്ന് പറയുന്നു. നയന പെട്ടെന്ന് സന്തോഷത്തിലിങ്ങനെ ആ ഒരു ഭാവമൊക്കെ കാണിക്കുകയാണ് അതിശയിച്ചിട്ട്. പക്ഷേ ഇതേ രംഗങ്ങളെല്ലാം വീട്ടിലിരുന്ന് TV-യിലൂടെ ഈ ഒരു ഷോ കാണുന്നുണ്ട് മൂർത്തീസ് ജ്വല്ലറി. എല്ലാവരും അവർക്കും സന്തോഷമായി, മുത്തശ്ശിക്ക് സന്തോഷമാവുന്നുണ്ട്, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ മുത്തശ്ശൻ വലിയ സന്തോഷമൊന്നും കാണിക്കുന്നില്ല, കാരണം പറയുന്നത് ഇതിപ്പോൾ നയനമോളുടെ കഴിവാണ്, ആദർശിൻ്റെ കഴിവല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ നയനമോളുടെ അടുത്ത് എനിക്കെല്ലാം പ്രത്യേകിച്ച് കുറവൊന്നുമില്ല, കാരണം അവൾ ആദർശനോട് ഇറങ്ങിപ്പോയാൽ മാത്രമേ എനിക്ക് കുറവുള്ളൂ.
എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. പക്ഷേ മുത്തശ്ശനറിയാം ഇതിനെല്ലാം പിന്നിൽ ആദർശമാണെന്ന്, പക്ഷേ അത് പുറമേ കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും ഈ ഒരു എപ്പിസോഡ് മിസ്സാവാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.